പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നാം പാപത്തിൽ നിന്നും മോചിതരായാൽ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അവസാനം നിത്യജീവനുമാണ്. റോമ 6:22 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. റോമ 5:8 തിരുവചനം പറയുന്നു, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തമാണ് നമ്മുടെ പാപക്കറകൾ കഴുകി നമ്മെ വിശുദ്ധീകരിക്കുന്നത്. യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരുമാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് രക്ഷ ലഭിച്ചത്. ഈ രക്ഷ നാം സ്വന്തമാക്കണമെങ്കിൽ നാം മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഉപേക്ഷിച്ച് ഒരു പുതിയ മനുഷ്യനാകണം. യേശുവിലൂടെയുള്ള മഹത്തായ ഈ രക്ഷ നാം അവഗണിച്ചാൽ നാം ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയില്ല. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. നമ്മുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ നാം ദൂരെ എറിയണം. പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ദൂരെ എറിയുമ്പോൾ നമുക്ക് വേദനയുണ്ടാകാം. എങ്കിലും ഹൃദയശുദ്ധി ലഭിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ശോചനീയമാംവിധം ദുഷിച്ചതുമാണ്. നമ്മുടെ ഹൃദയത്തിൽ വഞ്ചനയും വിദ്വേഷവും അഹങ്കാരവും സ്വാർത്ഥതയും ദുർമോഹങ്ങളും പരദൂഷണവുമെല്ലാം നാം സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജോയേൽ 2:13 ജോയേൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത്, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് എന്ന്. നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് നിങ്ങൾ മടങ്ങുവിൻ. ജെറമിയ 4:14 കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് ഈ ദുഷിച്ച ഹൃദയവും പേറി നടക്കുക? ഹെബ്രായർ 12:14 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. 1 തെസ്സലോനിക്ക 4:3 നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാനും വിശുദ്ധിയിൽ വളരാനും നമുക്ക് സാധിക്കും. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.